ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്കത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ സഹനങ്ങളോടും പ്രയാസങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കുന്നൊരു വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം അതിന് ഇറക്കിയത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ അവരിപ്പോഴും ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് അത് തുടരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥസഹായം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹോളി മേരി മദർ ഓഫ് ഗാഡ് പ്രേ ഫോർ us sinners now and at the hour of our death. ആമേൻ. അത് ഇംഗ്ലീഷ്. അപ്പോൾ അതിന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ തമ്പുരാൻ എന്ന് വിളിക്കുന്നത്. തമ്പുരാൻ എന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു ഇങ്ങനെ ഒരു തോന്നല്, അത് ശക്തൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു തമ്പുരാൻ വിളി മനുഷ്യർക്ക് കൊടുക്കുന്നൊരു സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് പറയുന്നത് മദർ ഓഫ് ഗാഡ് പ്രേ ഫോർ us sinners. അപ്പോൾ അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് ദൈവത്തിൻ്റെ അമ്മയെന്നാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്കൊക്കെ എന്ത് തോന്നും എന്ന് പറയാൻ വേണ്ടി ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കാൻ അത്ര മടിക്കണതിനാണ്. ഈശോ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അതുവഴി നമ്മൾ ചെയ്യേണ്ടത്. ഈശോ ദൈവമാണ്. അത് നമ്മൾ പറയേണ്ടത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എപ്പോഴും കൊടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ദൈവത്തിൻ്റെ അമ്മയെന്ന് തന്നെ വിളിക്കുക. ദൈവമാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വചനം മാംസം ധരിച്ചെത്തിയത്. അപ്പോൾ അത് ഞാൻ ആദ്യം മുമ്പിലോട്ടും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ഇപ്പോഴും സീറോ മലബാർ സഭയിലെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഒരുതരം അഴകുഴമ്പം മട്ടിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ട് ഞാനിത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സീറോ മലബാർ സഭയെ അതിയായിട്ട് സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ, എറണാകുളം അങ്കമാലി രൂപതയുടെ ആവശ്യം ഒരു ന്യായമായ ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി വഴി എനിക്ക് മനസ്സിലാകുന്നു. പിന്നെ അത് തന്നെ സീറോ മലബാർ സഭ മുഴുവനും എവിടെയാണെങ്കിൽ എടുക്കണമെന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ആത്മാവ് പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് തരം പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതായത് ആരാണ് വലുതെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. വേറെ ഒന്നുമില്ല, പച്ചയായിട്ട് പറഞ്ഞാൽ ആരാണ് വലുത്. അതായത് എന്താണ്, എറണാകുളം അങ്കമാലിക്കാരാണ് വലുത്, അല്ലെങ്കിൽ മറ്റേ കോട്ടയംകാരാണ് വലുത് എന്നൊക്കെയുള്ള ഒരു തരം ഈ എന്താണ് വടംവലി നടന്നുകൊണ്ടിരിക്കും. വടംവലി ഇതാരെ വെച്ചാണ് ഈ കളിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പലരുടെയും നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതിൽ ഇടപെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ അറിയാലോ, സഭയെന്ന് പറയുന്നത് അമ്മയാണ്. സഭയെന്ന് പറയുന്നത് അമ്മയാണ്. ആ അമ്മയെ ഇട്ട് പന്താടെയാണ് ഇപ്പോൾ അങ്ങാടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്. മക്കൾ തമ്മിൽ തല്ലുപിടിക്കുക. അപ്പോൾ നമ്മളെല്ലാം കൂടി പരിശുദ്ധാത്മാവിൽ ഒന്നിച്ചാൽ ശരിക്കും ഈ അമ്മയാകുന്ന ഈശോ ശിരസും നമ്മൾ ഈശോയുടെ ശരീരവും എന്നുള്ള ആ ഒരു കറയോ ചുളിവോ ഒന്നും കൂടാതെ ഇങ്ങനെ നല്ലൊരു ഒരു പ്രഘോഷണം നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചുകൊണ്ട് ഇപ്പോൾ ഒത്തിരി പിതാക്കന്മാർക്കും അതുപോലെ അൽമായർക്കും ഒരു സ്ഥാനമില്ലാത്ത വിധത്തിലുള്ള നമ്മളെ തന്നെ വിലയില്ലാതാക്കിയാണ്. പൗലോസ് അപ്പോസ്തലൻ കിട്ടിയ വെളിപാടനുസരിച്ച് അദ്ദേഹം പറഞ്ഞതാണ്, മറ്റുള്ളവരെ വലുതായി കാണുക. അപ്പോൾ നീ ആരാണ് വലുത്, ആരാണ് എന്നെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു തരം പിശാചിൻ്റെ രൂപിയാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. അത് തിരിച്ചറിയണം. പിശാചിൻ്റെ രൂപിയാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. പിശാചിനിപ്പം ഞാൻ പറയല്ലേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് എഫെസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ആ 5-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ ശരിക്കും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഈ ഒരു കാര്യം കുർബാനയുടെ തർക്കം എന്ന് പറഞ്ഞാൽ അന്നാ പെസഹ തിരുനാളെന്നും പറഞ്ഞിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അന്നാ പെസഹ തിരുനാൾ പോലെയല്ല നടത്തുന്നത്.
അതാണ് എൻ്റെ ഒരു തമാശ. അന്നാ പെസഹ തിരുനാളിൽ എന്താണ് ഈശോ കാണിച്ചത്? അതിനെയൊക്കെ രശിയിലിട്ട് മൂടി, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു എന്നൊക്കെ പറയുന്ന ആ ഒരു തരം കോലാഹലത്തിലോട്ട് ഊന്നൽ കൊടുക്കുകയാണ്. ഈ എന്തിനാണ് ഈശോയുടെ വന്നത്? അതാണ് നമ്മൾ ആദ്യം തന്നെ അറിയേണ്ട ഒരു സംഭവം. എന്തിനാണ് ഈശോയുടെ വന്നത്? ഈശോ വന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാനാണ്. ഈ പരിശുദ്ധാത്മാവ് എന്ന് നഷ്ടപ്പെട്ടു? ആദവും ഹവ്വായും പാപം ചെയ്തോ നഷ്ടപ്പെട്ടു. പാപം ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പറഞ്ഞത് കേൾക്കാതെ പിശാച് പറഞ്ഞത് കേട്ടു. പിശാചിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നല്ലതായിട്ട് തോന്നി. എന്നിട്ട് അതങ്ങോട്ട് വാരിപ്പിടിച്ച് അവളെ ജീവിച്ചപ്പോൾ അവളുടെ ആത്മാവ് വിട്ടുപോയി. എന്നാലും ദൈവം പുറകെ വരുന്നുണ്ട്. പുറകെ വന്നവർക്ക് ആത്മാവിനെ കൊടുക്കാൻ വേണ്ടി ആത്മാവിനെ തരുന്നതാണ് ഈശോ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് എഴുന്നള്ളി വരുന്നത്. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യോഹന്നാൻ 15:5 പറയുന്നതാണ്. അപ്പോൾ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഈ പിശാചെന്ന് പറഞ്ഞാൽ ആരാ? പിശാചെന്ന് പറഞ്ഞാൽ ദൈവത്തെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ദൈവത്തെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. കാരണം മാലാഖയുടെ ശ്രേണിയിൽ നിന്നാണ് അവൻ പുറന്തള്ളപ്പെട്ടത് ഇങ്ങോട്ട് പോകുന്നത്. യെശയ്യായുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ പഠിപ്പിക്കണം അങ്ങനെയല്ലേ. അപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന് തൊട്ട് താഴെ, മനുഷ്യൻ്റെ ബുദ്ധിയൊന്നും പറ്റില്ല. അതുകൊണ്ടല്ലേ ചില പിശാച് ബാധനയൊക്കെ എത്ര പേര് പിടിച്ചാലും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം പഠിപ്പിക്കണതല്ലേ. ആ ശവകുടീരത്തിലൊക്കെ മനുഷ്യനെ ആരും പിടിച്ചാൽ ശരിയാണ്. കാരണം അവനിലുള്ളത് പിശാചാണ്, മനുഷ്യനല്ല. മനുഷ്യനേക്കാൾ ഉയർന്നൊരു ശക്തി അവന് കയറി വന്നേക്കാണ്. അപ്പോൾ ആ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് വേണ്ടത്, അവൻ ദുഷ്ടാരൂപിയാണ്. ആ ദുഷ്ടാരൂപിയെ തോൽപ്പിക്കണമെങ്കിൽ ദൈവാരൂപി വേണം. ആ ദൈവാരൂപി വരണമെങ്കിൽ നമ്മളുടെ അഴുക്കും മറ്റുമൊക്കെ കഴുകിക്കളയണം. ആ കഴുകിക്കളയലാണ് കുർബാന എന്ന് പറയുന്നത്. കുർബാന വെറുതെ ഈശോയ്ക്ക് വേണ്ടി ഈശോ അർപ്പിച്ചതല്ല. കുർബാന അർപ്പിച്ചത് ഈശോ നമുക്ക് വേണ്ടിയാണ്. കാവുൽത്താമലയിലെ ബലിയുടെ ഒരു മാതൃകയായിട്ട് നമുക്ക് അന്നാ പെസഹ തിരുനാൾ നടത്തിയത് അത് നമുക്ക് വേണ്ടിയാണ്. നമ്മളുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന ഒരു ശുശ്രൂഷയാണ് കുർബാന. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം. അന്ത്യത്താഴ വേളയിൽ നമ്മുടെ യൂദാസിനെ പോലെയൊന്നും വരരുത്. യൂദാസ് കള്ളബുദ്ധിയോടുകൂടി ദുഷ്ടലാക്കോടുകൂടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വന്നതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ അവനിൽ പിശാചി കയറി എന്ന് പറയണേ. അപ്പോൾ കുർബാനയിൽ വന്നെന്നും പറഞ്ഞ് ചിലപ്പോൾ പിശാചി കയറാം, നമ്മുടെ മനസ്സനുസരിച്ചിരിക്കും. ബാക്കി ആർക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി 12 അപ്പോസ്തലന്മാരിൽ യൂദാസിന്. അപ്പോൾ നമ്മളിപ്പോൾ കുർബാന അർപ്പിക്കുന്നുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, എന്നിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ച് മോസസ്സൊക്കെ ചെയ്യണ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജോഷുവയൊക്കെ ചെയ്ത പോലെ ഓരോരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ ഇപ്പം ദാവീദൊക്കെ തന്നെ അങ്ങനെ ചെയ്തിരുന്നത്. ശരിക്കും ദൈവത്തിന് മുമ്പിൽ ഇപ്പം തന്നെ 4-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം തൊട്ട്, മാർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ 37-ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടന്ന് ഈശോനെ വിളിച്ചവൻ. ഇതുപോലെയാണോ നമ്മളിപ്പോൾ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? അതോ നമ്മുടെ ബുദ്ധിയുണ്ടോ? ഈ നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞ തന്നെ ബുദ്ധിയാണ്? ദൈവം തരുന്ന ബുദ്ധിയാണോ അതോ പിശാച് തരുന്ന ബുദ്ധിയാണോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം ഇങ്ങനെ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ മുമ്പിൽ ദുർസാക്ഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സഭയെന്ന് പറഞ്ഞാൽ ഒട്ടുമല്ല ഒരു തല്ലുപിടുത്തം എന്നുള്ള ഒരു തരം ശരിയായിട്ടുള്ള രക്ഷയുടെ എത്രമാത്രം സമൂഹദ്രോഹങ്ങളുള്ള ഒരു ചുറ്റുപാടിലാണ് സഭ ഉണ്ടായത്. ആ സമയത്തൊക്കെ എങ്ങനെയാണ് കുർബാന നടത്തിയിരുന്നത്? ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എങ്ങനെ കുർബാന നടത്തിയിരുന്നത്? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമായൊരു സംഭവമാണ്. ഇത് പിന്നീട് എങ്ങനെ മൂടിക്കെട്ടിപ്പോയെന്നൊക്കെ എനിക്ക് അറിയത്തില്ല. ഞാൻ അത്രയും കൂലങ്കക്ഷമായിട്ട് എനിക്ക് ആകെ അറിയാവുന്ന അത്ര കാര്യമുള്ളൂ. ഈശോ ബലിയർപ്പിച്ചു, ആ ബലി നമ്മളുണ്ടാവണം, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഈ നമ്മൾ മര്യാദക്കൊക്കെ ചെയ്തിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കലക്കം കയറി. ഈ കലക്കം വരുത്താൻ എന്തിനാണ് നമ്മൾ ഈശോനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്? ഈശോനെ സ്വീകരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്. അതുപോലെ ഈശോയുടെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അവിടെയൊക്കെ ആത്മാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അതായത് പരിശുദ്ധ അമ്മയിൽ ഈശോ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഉണ്ണീശോ ഉണ്ടാവണം അങ്ങനെയാണല്ലോ. ഉണ്ണീശോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ ആ ഉണ്ണീശോ മുഴുവനും പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ്
എലിസബത്തിൻ്റെ പുണ്യവതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. ആ കുഞ്ഞൊക്കെ ഉള്ളിൽ സ്നാപയോഹന്നാൻ കുഞ്ഞായിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ കുതിച്ചാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. പിന്നെ യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരുന്നു. എന്നിട്ട് നമ്മൾ സ്നാപയോഹന്നാൻ പറയുന്ന പ്രസംഗം കേട്ടിട്ടില്ലേ? അപ്പം എന്നാ പറയണേ, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിന്. നമ്മളൊരു കാര്യം കണ്ടിട്ടില്ലേ? അതായത് ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഈശോ ഊതിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് ഈശോ അവിടെ നിന്ന് പോയിട്ട് പിന്നെ ഈശോ പിന്നെ എന്താ കാണിക്കുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ പരിശുദ്ധലോട് ഹാലലിയ 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 പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറയുന്നു. പരിശുദ്ധാത്മാവിനെയാണ്. അത് കഴിഞ്ഞിട്ട് ഈശോ ഇപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം വായിക്കും പറയും നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുതെന്ന് പറയുന്ന സംഭവം. അവിടെയും എന്താ പറയുന്നത്? അതായത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് പറയണേ. എന്തിനാ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ ലോകാരൂപിയെ തട്ടാൻ. കാരണം പരിശുദ്ധാത്മാവാണ് അവനെ നേരിടാൻ പറ്റിയ ആയുധം. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6:61 പഠിപ്പിക്കുന്നത് എൻ്റെ വചനം ആത്മാവും ജീവനുമാണെന്ന് പറയുന്നത്. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17:17 പഠിപ്പിക്കുന്നതാണ്. അതായത് അവരെ വചനത്താൽ വിശുദ്ധീകരിക്കണത്. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അതാണ് ഇവിടെയൊക്കെ എന്താ പറയുന്നത്? സത്യവും വചനവും തമ്മിൽ, അല്ലെങ്കിൽ ഈശോ തന്നെ പറയുന്നില്ലേ? യോഹന്നാൻ 14:6 പറയുന്നില്ലേ? ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പം ഈശോയിലുള്ള ആ സത്യം അതിൽ നമ്മളുണ്ടാകണം. നമ്മൾ അവൻ്റെ കളവ് യോഹന്നാൻ 10:10 എന്താ പഠിപ്പിക്കുന്നത്? യോഹന്നാൻ 10:10 പഠിപ്പിക്കുന്നതാണ്. അതായത് കള്ളൻ, ഈശോ വാക്ക് പറയുന്നതാണ് കള്ളൻ. അപ്പം കള്ളത്തരം എന്നാണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 4:5 പറയുന്നത്. കള്ളൻ്റെ കള്ളത്തരമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹവ്വായോട്. അപ്പം ദൈവം പഠിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അതാണ്. അതായത് ഈ ലോകത്തിൽ കള്ളനുണ്ട്. ഈ ലോകത്തിലെ കള്ളൻ നിന്നെ ദൈവത്തിൻ്റെ പക്കൽ വളരാൻ അനുവദിക്കുന്നില്ല. ഈ ലോകത്തിലെ കള്ളൻ നിന്നെ തട്ടിയെടുക്കുന്നു. എന്താണ് അതിനെപ്പറ്റി ഇങ്ങനെയല്ലേ പറയണേ? കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എന്തോരം മക്കളുടെ വിശ്വാസം താഴ്ന്നിട്ടുണ്ടെന്ന് അറിയാമോ ഈ പ്രശ്നം കൊണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണം. തട്ടിൽ പിതാവ് ആരുടെ തട്ടിലാണെന്ന് ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തട്ടിൽ പിതാവ് കയറി വന്നപ്പോൾ പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഇപ്പോഴും വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ചതഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കട്ടായ തീരുമാനം എടുക്കാൻ പറ്റണം. യേശു അന്നാ പെസഹ തിരുനാളിൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അർപ്പിക്കാൻ പറ്റണം. യേശു അർപ്പിച്ചത്. അതാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ. അല്ലാതെ പഴയ നിയമത്തിലെ അനുസരണത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല ഇവിടെ പ്രശ്നം. അനുസരണം ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ അനുസരിക്കുന്നില്ല ആർക്കാണ് ബലം എന്ന് നോക്കാൻ വേണ്ടിയുള്ളൊരു വാശിയൊക്കെയാണ്. ശരിക്കും അനുസരിക്കേണ്ട ഈശോയല്ലേ? ഈശോ കാണിച്ചു തന്ന അന്നാ പെസഹ തിരുനാളിൽ കാണിച്ചു തന്ന അത് നമ്മൾ പിന്തുടരാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു തെറ്റായ പഠിപ്പിക്കലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് 2-ാം വത്തിക്കാൻ സുനോദോസിൻ്റെ സമയത്താണ് ഇങ്ങനെ ഒരു വെളിച്ചമുണ്ടായി. പഴയ തിരിഞ്ഞു നിന്നുള്ള കുർബാനയൊക്കെ ലത്തിൻ രൂപതയൊക്കെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി ഇപ്പം എല്ലാം ശരിക്കും ഈശോ അർപ്പിച്ച പോലെ ഈശോയിലേക്ക് വരിക, ആദിമസഭയിലേക്ക് വരിക. അതാണ് 2-ാം വത്തിക്കാൻ സുനോദോസിൻ്റെ പ്രധാന ഒരു ആശയം. അപ്പോൾ ഈശോയിലേക്ക് വരിക. ഈശോയാണ് രക്ഷിക്കുന്നത്. കാരണം ഈശോയെ കിട്ടാതെ പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. ഈശോ എൻ്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് ഈശോയെ ഭക്ഷിക്കുമ്പോൾ ഈശോയുടെ ആത്മാവ് നമ്മിൽ ഓരോരുത്തരും പ്രവർത്തിക്കും. ഇതിപ്പോൾ എന്താണ് ഈ പിതാക്കന്മാർ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അച്ഛന്മാർക്ക് മനസ്സിലാവുന്നില്ല, അച്ഛന്മാർ പറഞ്ഞത് പിതാക്കന്മാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശരിക്കും ആ ഒരു ഈശോയുടെ രൂപം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എല്ലാവരിലും. അപ്പം ദുഷ്ടാത്മാവ് കിടന്ന് കളിക്കുന്നു. അപ്പോൾ ആ ദുഷ്ടാത്മാവിനെ ഓടിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വെറുതെ വാചകസഭ പറഞ്ഞിട്ടൊന്നും സംഗതി പോകുന്നില്ല. ഒരു പ്രശ്നത്തിന് ഈ പരിഹാരം കൊണ്ടൊന്നും ഇതിലക്കത്തിനും പരിശുദ്ധാത്മാവേ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ നോക്കണം. അശുദ്ധിയൊക്കെ കളയണം, കള്ളത്തരമൊക്കെ വരണം. ഇത് നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് ദോഷം വരുന്നു. സഭ ലത്തീനാണോ തുറിയാനിയാണോ അല്ലെങ്കിൽ മലങ്കരയാണോ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ശരിക്കും ഈശോയിൽ വളരണം. ഈശോയെ ഭക്ഷിക്കാനുള്ള ആ സാഹചര്യങ്ങളെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ പ്രശ്നം കൊണ്ട് നശിപ്പിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? പിശാചിന് ഓരോ മക്കളിലും കയറി വാഴാം, അത്രേ ഉള്ളൂ. പിശാചിന് ഓരോ മക്കളെയും കളിക്കാൻ അപ്പോൾ അവന് കളിക്കാനുള്ളൊരു ദൈവം കഷ്ടപ്പെട്ട് നമുക്ക് ജീവൻ തന്നിരിക്കുന്ന ജീവിതമാണിത്.
ആ ജീവനിലാണ് ഈ പിശാചിനെ ഹവ്വാക്ക് കയറ്റിയതുപോലെ നമ്മളെ കയറ്റാനായിട്ട് ഈ സഭാ നേതൃത്വം ഇപ്പോൾ കിടന്ന് കളിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തി തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഒരു നിമിഷം കൊണ്ട് തീർക്കാൻ പറ്റും, അപ്പം തന്നെ തീർക്കുക. ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് ആരാണ് വലുതെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിനുള്ള മഹത്വം നമ്മൾ ഒരിക്കലും കളയരുത്. ദൈവത്തിൻ്റെ മഹത്വം കളഞ്ഞു കുടിച്ചാൽ അതിൻ്റെയൊക്കെ കൊടുക്കേണ്ടതായ ശിക്ഷ എത്ര വലുതായിരുന്നു നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് പശ്ചാത്തപിച്ച് ശക്തിക്കും ദൈവത്തിൻ്റെ പക്കൽ വന്നാൽ, അല്ലാണ്ട് ആലഞ്ചേരി പിതാവിനെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താണ് മറ്റത് എന്താണ് പൗത്ത് പിതാവിനെ സൂചിപ്പിക്കൽ, ഇനിയിപ്പോൾ ആലഞ്ചേരി പിതാവിനെ സൂചിപ്പിക്കൽ, ഇനി അങ്ങനെ ആളുകളെ സൂചിപ്പിക്കണം, അല്ലെങ്കിൽ ഈശോയെ സൂചിപ്പിക്കലോ അല്ലെങ്കിൽ ദൈവത്തെ സുഖിപ്പിക്കലോ ഒന്നും കാണിക്കുന്നില്ല. ഇത് വളരെ എന്താണ് വൃത്തികെട്ടൊരു നടപടിയായി പോകുന്നു എന്നുള്ളതാണ് സഭാമക്കൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതിലും വേണ്ട ഈ സഭാ നേതൃത്വമുള്ള തീരുമാനമെടുക്കേണ്ടത്. അല്ലെങ്കിൽ പൈസ വിധാനം വലിച്ചിറക്കി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണേ. അപ്പോൾ ഇതെല്ലാം വേഗം അവസാനിപ്പിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം 107 നല്ലൊരു സങ്കീർത്തനമാണ്. അതിൽ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു, കർത്താവ് എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു വലിയൊരു സങ്കീർത്തനമാണ്. ഡെലിവറൻസിന് നമുക്ക് വേണ്ടത് ഡെലിവറൻസാണ്. നമുക്ക് വേണ്ടതൊരു വിടുതലാണ്. നമ്മൾ പിശാചിൻ്റെ അടിമയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കാണിച്ചുകൊണ്ട് രണ്ട് കൂട്ടരും കാണിച്ചു. ഞാൻ ആരെയും ന്യായീകരിക്കണമെന്നില്ല. പക്ഷേങ്കിലും നമുക്ക് വേണ്ടത് ഈശോയാണ്. ഈശോയെ കോവിഡ് വന്നപ്പോൾ ഈശോയെ കിട്ടാത്ത കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒത്തിരി പേര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് 107 സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ ആരുടെയും സുഖിപ്പിക്കാൻ നോക്കുക, ദൈവത്തെ സുഖിപ്പിക്കാൻ നോക്കുക, ദൈവത്തെ മഹത്വം കൊടുക്കാൻ നോക്കുക. ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ നമ്മൾ കളി പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുക. പരിശുദ്ധാത്മാവ് എല്ലാവരും നിറയട്ടെ. അവിടുത്തെ തിരുരക്തം കൊണ്ട് നമ്മളെല്ലാവരും കഴുകപ്പെടട്ടെ. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മ നിറഞ്ഞ് ഈ നമ്മളിൽ ഏതൊക്കെ തരത്തിൽ കയറി വന്നുള്ള ദുഷ്ടാരൂപിയുണ്ടോ അതിനെല്ലാത്തിനും ഓടിക്കാനുള്ള അതിയായ ഞാൻ ദുഷ്ടാത്മാവിനെ പുറത്താക്കുന്നത് ദൈവാത്മാവിനെ കൊണ്ടാണെങ്കിൽ സ്വർഗരാജ്യം വന്നിരിക്കുന്നു. മത്തായി സുവിശേഷം 12:26 അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം അറിയില്ല, നിങ്ങൾക്ക് മാർക്കോസ് 12:24 പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് തെറ്റ് പറ്റണത് ദൈവത്തിൻ്റെ ശക്തി, അതാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ശക്തിയോ ദൈവവചനമോ അറിയാൻ പാടില്ല തന്നെ അവൻ നമ്മുടെ കണ്ണ് കെട്ടിക്കളയും. 2 കൊരിന്ത്യർ 4:4 പറയുന്ന പോലെ, 2 കൊരിന്ത്യർ 4:3 പറയും, 4 പറയും. അതാണ് നമ്മുടെ കണ്ണ് കെട്ടിക്കളയും. അപ്പം അതുകൊണ്ട് എന്നിട്ടും നമ്മൾ ആൾക്കാർ കിടന്ന് ചിരിക്കും. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമെന്ന് പറഞ്ഞേക്കാം. സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. അപ്പം ഞാനതിൻ്റെ വിഷമത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള അവസ്ഥയിൽ എൻ്റെ വിഷമം ഞാൻ പറഞ്ഞാൽ അതിൽ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള കൃപ ദൈവമാണ് തരേണ്ടത്. ദൈവത്തിന് മേടിക്കണം. ആരും തോറ്റാലും ആരും വിജയിച്ചാലും ഒന്നും വലിയ ഇതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ പിശാചിനെ തോൽപ്പിക്കാൻ ഈശോ വരണം. നമ്മുടെ ഉള്ളിൽ ഈശോ വന്നു കഴിഞ്ഞാൽ ഈശോയുടെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട് എന്ന് പറയുന്നവൻ്റെ ആത്മാവ്, ആത്മാവ് നമ്മിൽ പ്രവർത്തിച്ചോളും. അപ്പോൾ നമുക്ക് തെറ്റേതാണ്, ശരിയേതാണ്, നുണയേതാണ്, വഞ്ചന ഏതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് സത്യം ജയിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.